ഇത് ഗോവിന്ദരാജ് പൊള്ളാച്ചി സ്വദേശിയാണ്. ഇയാളുടെ പോലീസ് വിളിക്കുന്ന ഒരു വട്ടപ്പേരുണ്ടല്ലോ, ഇത്തരം ക്രിമിനലുകൾക്ക് പോലീസ് ഒരു പേരിടും. ആ പേരാണ് പൂച്ചാണ്ടി ഗോവിന്ദരാജ് എന്നാണ് അയാൾക്കിട്ടിരിക്കുന്ന പേര്. ഇയാൾ 50-ലധികം ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. ഇയാളുടെ പ്രധാന പരിപാടി മോഷണം. എന്ത് സാധനവും മോഷ്ടിക്കും. ഇരുചക്രവാഹനം, സ്വർണം, പണം, മൊബൈൽ ഫോൺ, ഇങ്ങനെ എന്ത് കിട്ടിയാലും ഇയാൾ മോഷ്ടിക്കും. അങ്ങനെ 2021 നടത്തിയ മോഷണ കേസിൽ ഇയാൾ കോയമ്പത്തൂർ ജയിലിലായിരുന്നു. കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിഞ്ഞ ഇയാൾ ഈ 2022 നവംബർ മാസം 5-ാം തീയതി ജാമ്യത്തിലിറങ്ങി. ജാമ്യത്തിലിറങ്ങിയ ഇയാൾ അവിടെ നിന്നും പാലക്കാടേക്ക് വരുന്നു. പാലക്കാട് എത്തുന്ന ഇയാൾ അവിടെ നിന്നൊരു മൊബൈൽ ഫോൺ മോഷ്ടിച്ചു. ഈ ഫോൺ വിറ്റ് കിട്ടിയ പണം കൊണ്ട് ഇയാൾ ഒറ്റപ്പാലത്ത് വന്നു. ഒറ്റപ്പാലത്ത് വന്ന് ഇയാൾ അന്നേ ദിവസം, അതായത് ഈ ആക്രമണം നടക്കുന്ന ദിവസം വെള്ളിയാഴ്ചയാണ്. ഈ വെള്ളിയാഴ്ച രാത്രിയിൽ ഇയാൾ കിടന്നുറങ്ങി. അമ്പലത്തിന് സമീപത്തുള്ള ഒരു മരത്തിന് ചുവട്ടിൽ കിടന്ന് ഉറങ്ങി. ആ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്നതിനിടെയാണ് ഇയാൾ ഈ പാലപ്പുറത്തെ വീട്ടിലെ താമസക്കാരെക്കുറിച്ചുള്ള സംസാരം ഇയാളോടെ കേൾക്കുന്നത്. ഇപ്പോൾ ഇവർക്ക് നല്ല സമ്പത്തുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ അമ്പലത്തിൻ്റെ ഈ മരത്തിൻ്റെ ചുവട്ടിലിരുന്ന 2 പേർ പരസ്പരം സംസാരിക്കുകയാണ്.